ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു കല്യാണ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് കല്യാണത്തിന് നമ്മളെല്ലാരും പങ്കെടുത്തിട്ടോ. എന്റെ മൂത്താപ്പാന്റെ പേരക്കുട്ടിയാണ് കേട്ടോ അത്. അപ്പൊ നമ്മൾ കല്യാണത്തിന് വന്നിട്ടുള്ളത് പാലക്കാട് ആലത്തൂർ മാട്ടുമലയിലാണ് കേട്ടോ കല്യാണത്തിന് വന്നിട്ടുള്ളത്. അപ്പൊ അത് ആളുകളൊക്കെ അതാ കല്യാണത്തിന് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾക്ക് അവിടുത്തെ കല്യാണമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ആ പെണ്ണൊക്കെ നല്ല മാറ്റി ചമഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓളുടെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഇതാ നല്ല സെൽഫി എടുക്കണൊക്കെ തിരക്കിലാണ് കേട്ടോ ഓള്. പിന്നെ നമ്മളിതാ എല്ലാരും എത്തിയിട്ടുണ്ട് കല്യാണത്തിന്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കല്യാണത്തിന്റെ ചടങ്ങുകൾ, ഇവിടെ ഒരു പണം വെക്കൽ ചടങ്ങുണ്ട് കേട്ടോ. അപ്പൊ ഈ പണം വെക്കൽ ചടങ്ങിന്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? പഴം, അടക്ക, തേങ്ങ, വെറ്റില, അരി, തുണി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് നല്ലൊരു രസമായിട്ടാണ് കേട്ടോ തോന്നിയത്. പിന്നെ നമ്മുടെ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന്. എന്റെ വീട്ടുകാർ മുഴുവനായിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കല്യാണങ്ങളൊക്കെ നല്ല രസം കേട്ടോ. മോട്ടി ഇവിടെ അങ്ങനെ ആർമാദിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കല്യാണ വീട്ടിലെ ഇതാട്ടോ പെണ്ണിന്റെ ഉമ്മയാണ് കേട്ടോ അത്. അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ സംസാരിക്കാം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കാൻ കേട്ടോ. ഇവർ തന്നെയാണ് കേട്ടോ കാറ്ററിംഗ് ഒക്കെ ഇവിടെ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നല്ല ചിക്കൻ ചില്ലി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ചോറ്, നല്ല ദം ബിരിയാണി, നമ്മള് മലബാർ ബിരിയാണിയാണ് കേട്ടോ, പാലക്കാട് ബിരിയാണി അല്ല കേട്ടോ അത്. പിന്നെ അവിടെ സാലഡ് ഉണ്ട്. പിന്നെ പൈനാപ്പിൾ ഒരുപാട് ഇങ്ങനെ കഷ്ണങ്ങൾ വെട്ടിയിട്ടുണ്ട്. അത് അവർക്ക് ചോറിന്റെ കൂടെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങള്. പിന്നെ കസ്റ്റേർഡ് ഉണ്ട്, മുന്തിരി ഒക്കെ ഇട്ടിട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ. ഇവര് നമ്മള് സദ്യ വിളമ്പും പോലെയാണ് കേട്ടോ പോലെ ഫുഡ് വിളമ്പലൊക്കെ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ കല്യാണവും ഇവിടുത്തെ ഫുഡും ഇങ്ങനെയൊക്കെ കാണാന്. പിന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്രകൃതിയാണ് കേട്ടോ അവിടെ ഉള്ളത്. നല്ല ഭംഗിയാട്ടോ. അവിടെ ഷൂട്ടിനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പൊ മോൾട്ടിക്ക് ഇവിടെ എന്തൊക്കെ കാട്ടണം എന്ന് അറിയില്ല കേട്ടോ. പിന്നെ എല്ലാരും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഭക്ഷണം കഴിക്കണോടത്തൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടുത്തെ ഭക്ഷണം വിളമ്പൽ തന്നെ ഒരു രസമാണ് കേട്ടോ. ഇവിടെ വാഴയുടെ ഇലയിലാണ് കേട്ടോ ഈ ഫുഡൊക്കെ വിളമ്പണേ, നമ്മളെ പോലത്തെ പ്ലേറ്റിലല്ല കേട്ടോ. പിന്നെ അത് നല്ല തളിര് ഇലയിലാണ് കേട്ടോ. അതിങ്ങനെ നമുക്ക് കഴിക്കാനും അത് ഇടുന്ന കാണാനൊക്കെ തന്നെ ഒരു ഭംഗി കേട്ടോ. അതിലിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇവര് ബിരിയാണിയിൽ സാമ്പാർ ഒഴിച്ചിട്ടാട്ടോ കഴിക്കുക. പിന്നെ നമ്മള് കഷ്ണമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് സാമ്പാറത്തെ കഷ്ണം കേട്ടോ തരിക. അപ്പൊ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളിത് അവിടെ ഐസ്ക്രീമിനൊക്കെ കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാരും ഐസ്ക്രീമൊക്കെ കഴിക്കണോടത്തൊക്കെ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. കുറച്ചിപ്പോ തിരക്ക് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെ അതവിടെ പോക്കോൺ ഉണ്ട്, അതിലൊക്കെ തിരക്ക് തന്നെയാണ്. എല്ലാ മക്കളും ഉണ്ട് കേട്ടോ. പോക്കോണിലും ലെമൺ ടീം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഐസ്ക്രീം എടുത്ത് ഐസ്ക്രീമൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല വാനില ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഐസ്ക്രീമിനൊക്കെ. അപ്പൊ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫുഡ് വിളമ്പണതും അവിടുത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നപ്പോ നമ്മൾ ചെക്കനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കല്യാണ ചെക്കനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നന്നായിട്ട് കണ്ണടിയൊക്കെ വെച്ചിരിക്കാട്ടോ അവന്. പിന്നെ നമ്മള് ചെക്കന്റെ വീട്ടുകാർക്ക് ചെക്കന് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ കാറ്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഇവിടെ നടക്കണ നമ്മള് നിക്കാഹിന്റെ ചടങ്ങാണ്. അപ്പൊ ഇവിടെ ഒരു മധുരം വെക്കലുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കി. നല്ല മിഠായി, പിന്നെ കൽക്കണ്ടം, അങ്ങനത്തെ ഒക്കെ ഉണ്ടോ ഇവര് മധുരം വെക്കല്. അപ്പൊ ഇവിടുത്തെ നിക്കാഹൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ നമുക്ക്. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم. اللهم صل إلى حضرات آبائه وإخوانه من الأنبياء والمرسلين. അങ്ങനെ നിക്കാഹിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതാ മണവാട്ടിപ്പെണ്ണ് വരികയാണ് കേട്ടോ സ്റ്റേജിലേക്ക്. എനിക്ക് അതിൽ സ്റ്റേജിലേക്ക് കയറുന്ന ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അത് മിസ്സായി പോയി. കാരണം ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കണേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സ്റ്റേജിലേക്ക് കയറുന്ന വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഈ ചെക്കൻ്റെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചെക്കന് ഒരു മണവാളന് ഒരു സ്വർണം കെട്ടുന്ന ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കൈച്ചെയിനാണ് കേട്ടോ കെട്ടിയുള്ളത്. അത് പെണ്ണിന്റെ ഉമ്മ തന്നെയാണ് കേട്ടോ കെട്ടി കൊടുക്കണത്. പിന്നെ ഇവിടെ സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ അമ്മായിമ്മപ്പടാന്നൊക്കെ പറയും, നമ്മളങ്ങനെ കേട്ടോ പറയാ. അപ്പൊ അതൊക്കെ ഈ സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ കൊടുക്കണത് ഇവര്.
പിന്നെ ഇതാ മൂത്താപ്പാക്കുള്ള ഡ്രസ്സും ഒക്കെ ഇതാ ഒക്കെ സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കാൻ കേട്ടോ ഇനി. പിന്നെ നമ്മുടെ ഒരു മധുരം കൊടുക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. ആദ്യം അമ്മായിമ്മ കൊടുക്കും, പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കൊടുക്കും കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകള്. പെണ്ണിന്റെ മാമൻ കൊടുക്കും, അങ്ങനെ എത്ര ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാ മഹർ കെട്ടുന്ന ചടങ്ങാണ് കേട്ടോ. ഇതൊന്നും എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പെണ്ണും ചെക്കനും ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല ഭംഗി, നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഫുഡ് കഴിക്കലും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ ഓരോ എല്ലാം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിൽ തന്നെയാണ്. പെണ്ണ് പോണ ഒരു തിരക്കിലാണ് കേട്ടോ. പെണ്ണ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പെണ്ണിന്റെ ഉമ്മാടെ ഇതാ ഒരു സങ്കട കാഴ്ചകളാണ് കേട്ടോ ഇത്. ഈ സമയം ഇങ്ങനെയാണല്ലോ, പെണ്ണ് ഇറങ്ങുന്ന ആ ടൈമിൽ നമുക്ക് ആർക്കായാലും സങ്കടം വന്നു പോവുമല്ലോ. അതൊക്കെയാണ് പെണ്ണ് ഇറങ്ങുന്ന ടൈമിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അത്. അപ്പൊ ഏകദേശം പെണ്ണ് ഇറങ്ങേണ്ട സമയമൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് മാമന്റെ മോളാണ് കേട്ടോ, മക്കളാണ് കേട്ടോ. അവർക്ക് ഇവള് ഭയങ്കര സങ്കടം കേട്ടോ. ഈ കുട്ടി ഇറങ്ങുന്ന സമയത്ത് ഈ രണ്ട് മക്കളും നന്നായിട്ട് കരയാണ് കേട്ടോ ചെയ്യണേ. ഇത് നമ്മുടെ കല്യാണ പെണ്ണിന്റെ മാമന്റെ മക്കളാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാരോടും പറഞ്ഞിതാ മണവാട്ടി ഇതാ ഇറങ്ങാ കേട്ടോ, അവളെ വീട്ടിൽ പോവാണ്. അങ്ങനെ ചെക്കനും പെണ്ണും ഇതാ ഇറങ്ങി കേട്ടോ. പിന്നെ ഇതുപോലെ ഗിഫ്റ്റ് കാറാണ് കേട്ടോ. ഇത് അതിൽ തന്നെയാണ് കേട്ടോ അവര് പോണത്. ഇത് ഇവിടുത്തെ ചെറിയ പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഓളാണ് കാറിലെ ചാവി കൊടുക്കണത് കേട്ടോ അവർക്ക്. അപ്പൊ ഇത് ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ചടങ്ങുകളൊക്കെയാണ് കേട്ടോ ഇത്. അങ്ങനെ ആ പെണ്ണും ചെക്കനും പോവാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ അവര് പോയി. ഇനി നമ്മള് ഓരോ വീട്ടിൽ പോവാണ്ടോ, ഓരോ വീട്ടിൽ റിസപ്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ചടങ്ങ് എങ്ങനെ ചോദിച്ചാൽ ഈ പെണ്ണിനെ നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് ഈ വീട്ടിൽ കൊണ്ടുവരും കേട്ടോ. പിന്നെ പെണ്ണ് പിറ്റേ ദിവസമാണ് ചെക്കന്റെ വീട്ടിൽ പോവുക. അപ്പൊ നമ്മളെല്ലാരും പെണ്ണിന്റെ വീട്ടില് ചെക്കന്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. ചെക്കന്റെ വീട്ടില് ഹോളിൽ തന്നെയാണ് കേട്ടോ കല്യാണം നടക്കുന്നത്. അപ്പൊ അവിടുത്തെ നമ്മൾ പോണ ആവേശങ്ങളൊക്കെയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഇത് ഇവിടെ ഹോളിൽ തന്നെ കേട്ടോ കല്യാണം നടക്കുന്നത്. ഇവിടെ എത്തിയിട്ട് കേട്ടോ. അവിടെ വൈകിട്ടുള്ള റിസപ്ഷൻ ആണ് കേട്ടോ നടക്കുന്നത്. പിന്നെ ഇതാ പെണ്ണിതാ ഡ്രസ്സൊക്കെ മാറി റിസപ്ഷനിലൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. നമ്മള് വന്ന് ഇതിന് ശേഷമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കൂടുതൽ തിരക്ക്. ഇവർക്കും ഇവിടെ നല്ല പരിപാടി തന്നെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ സ്റ്റേജ് ഒക്കെ അത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്റ്റേജ് ഒക്കെ കാണാന്. മോൾട്ടി നമ്മളിന്ന് പോണില്ല എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇതിലൂടെ നടക്കണേ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. പിന്നെ പെണ്ണും ചെക്കനും സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ കേട്ടോ. പിന്നെ അവിടെ മൂത്താപ്പാന്റെ അടുത്തൊരു മക്കുബറ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മക്കുബറയിൽ വന്നതാണ് കേട്ടോ. ഇവിടെ ഒരു ജാറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ജാറൊക്കെ വന്ന് ഈ മക്കുബറൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങള്. പിന്നെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അത് അവിടെ ഒരു ജാറുണ്ട്. നമ്മള് എന്ത് വേണമെങ്കിലും ഇവിടെ പ്രാർത്ഥിക്കാം, നമുക്ക് എല്ലാം ശരിയാവും എന്നൊക്കെ കേട്ടോ ഓര് പറയണത്.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. അപ്പൊ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട, ഈ കല്യാണമൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. പിന്നെ നമ്മളിത് അവിടെ നിന്ന് ദുആ ചെയ്യുകയൊക്കെ ചെയ്തുട്ടോ. അങ്ങനെ നമ്മളിത് ആ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞ് അങ്ങനെ നിന്ന് പോട്ടോ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അസ്സലാമു അലൈക്കും.